വിജയൻ എന്ന നാടകം എഴുതിയിട്ടേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേഖനം തയ്യാറാക്കിയിട്ടേ ഇല്ല എന്നുള്ള റെസിഡന്റ് എഡിറ്റർ, ദേശാഭിമാനിയുടെ എഡിറ്ററായ എം സ്വരാജിന്റെ വാദം തള്ളിയിരിക്കുകയാണ് യഥാർത്ഥ നാടകകർത്താവായ കള്ളൻ വിജയ് എന്ന് പറയുന്ന ആള് തന്നെ. അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളൻ വിജയൻ എന്ന ഒരാളുണ്ട്, എന്നറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകനുണ്ട്. അയാളെ കുറിച്ചുള്ള കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിലായിരുന്നു ലേഖനം. ഫ്രണ്ട് പേജിൽ VSന്റെ ഓർമ്മയും, അതായത് നമുക്കറിയാം സഖാവ് VS അച്യുതാനന്ദന്റെ ചരമദിന വാർഷികമായിരുന്നു കഴിഞ്ഞ ജൂലൈ 21. ആ ഒരു സമയത്ത് ജൂലൈ 19 ഞായറാഴ്ച ഇറങ്ങേണ്ട പത്രത്തിലായിരുന്നു, സപ്ലിമെന്റിലായിരുന്നു ഈ ഒരു കള്ളൻ വിജയൻ എന്നൊരു പരാമർശത്തോടു കൂടി ഒരു ലേഖനം അവസാന പേജിലാണ് എഴുതിയത്. പക്ഷെ അതിലെ വിജയനാണ് ഇവർക്ക് പ്രശ്നമായത്. കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ കുറിച്ചാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിൽ കള്ളം വിജയൻ എന്ന ഒരു അറിയപ്പെടുന്ന ഒരു നാടകകർത്താവ് ഉണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇവരുദ്ദേശിക്കുന്ന കള്ളം വിജയൻ വേറെയും, എന്നാൽ യഥാർത്ഥത്തിൽ കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന ഒരു നാടകകർത്താവും ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കള്ളൻ വിജയൻ പരാമർശത്തിൽ അവിടുത്തെ എഡിറ്റേഴ്സ് തമ്മിൽ ഒരു അതിർത്തി ഉള്ളത് കാരണം ഞായറാഴ്ച പത്രം ഇറങ്ങിയപ്പോൾ സപ്ലിമെന്റ് ഇറങ്ങിയില്ല. അതിന്റെ ചൊല്ലിയാണ് വളരെ വളരെ വിവാദമായിരിക്കുന്നത്. ആദ്യം സ്വരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ലേഖനം എൻ്റെ അതിലില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് സ്വരാജ് സംസാരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ദേശാഭിമാനിയിലെ എന്ത് എഴുതണം എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ ഞങ്ങളാണ്, അല്ലാതെ നിങ്ങളല്ല എന്നാണ്. പണ്ടേ സ്വരാജ് ഇങ്ങനെയാണ്, ഉത്തരമില്ലാത്തപ്പോൾ ക്ഷുഭിതനായിട്ട് മറ്റുള്ളവരോട് മറുപടി കൊടുക്കാതെ ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനെയാണ് സ്വരാജ് പല കാര്യങ്ങളും നേടുന്നത്. കാരണം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാൾ തന്നെയാണ് സ്വരാജ്. പക്ഷേ സ്വരാജിന് കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ സ്വരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ അന്ധഭക്തനാണ്. ആ അന്ധഭക്തന് പിണറായി വിജയനെ പറ്റിയുള്ള വിജയന്റെ പരാമർശം വന്നപ്പോൾ തീരെ പിടിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ആ എഡിറ്റേഴ്സിനോട് പറഞ്ഞിട്ട് അത് അങ്ങ് മാറ്റിയത് ആ ലേഖനം. ഫ്രണ്ട് പേജിലെ VSന്റെ ചരമദിന വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലും അതേപോലെ പത്രക്കുറിപ്പുകളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അവസാനത്തിൽ മാത്രമാണ് കള്ളൻ വിജയ് എന്ന ലേഖനം വരുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എഡിറ്റോറിയൽ വിഭാഗത്തിലെ ചിലർ ചൂണ്ടിക്കാട്ടിയെന്നാണ് വിവരം. തർക്കവും ഉണ്ടായി. ഒടുവിൽ അനാവശ്യ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ സപ്ലിമെന്റ് തന്നെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. എന്നാൽ നാടകകഥ കള്ളമാണെന്നും പിഴവ് സാങ്കേതികമാണെന്നുമാണ് റെസിഡന്റ് എഡിറ്റർ അറിയിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം തെളിവ് സഹിതം പുറത്തു വന്നു. ഈ കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന നാടകകൃത്ത് ആ ഫോട്ടോ വരെ അച്ചടിച്ചതാണ്, താൻ ഫോട്ടോ വരെ കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഫോട്ടോ വരെ സമൂഹ മാധ്യമങ്ങളിലും പ്രമുഖ മെയിൻ സ്ട്രീംസ് ചാനൽസ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ദേശാഭിമാനി മാത്രം അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ VS ജീവിച്ചിരുന്നപ്പോഴും VS മരിച്ചു കഴിഞ്ഞപ്പോഴും VSന് വേണ്ട പല കാര്യങ്ങൾ കൊണ്ടും VS അച്യുതാനന്ദൻ എന്ന സഖാവിനെ ഇവർ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. കറ കളഞ്ഞ സഖാവായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷെ VSും പിണറായിയും രണ്ട് ചേരി ആയിരുന്നെങ്കിലും അവസാന സമയത്ത് VSനെ ശരിക്കും ഇവർ ഒതുക്കുകയാണ് ചെയ്തത്. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എം സ്വരാജ് എന്ന് പറഞ്ഞ ഒരാള്. അതുകൊണ്ട് തന്നെ സ്വരാജ് ഒരു അന്ധഭക്തനാണ് പിണറായിയുടെ. ഈ അന്ധഭക്തൻ ഇപ്പോൾ കൂടുതൽ ഭക്തി കാരണം പെട്ടുപോയിരിക്കുകയാണ്. തെളിവ് സഹിതം ഫോട്ടോ സഹിതം ഈ സപ്ലിമെന്റ് അച്ചടിച്ചതും പോരാനിട്ട് ആ അച്ചടിച്ചതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പകർപ്പ് ഈ കള്ളൻ വിജയൻ എന്ന നാടകകർത്താവിന് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പേപ്പർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചത്തെ സപ്ലിമെന്റിൽ ഈ കള്ളൻ വിജയൻ എന്നൊരു ഒറ്റ പരാമർശം ഉള്ളതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് വലിയ വിവാദമായിരിക്കുന്നത്. എന്നാൽ തുടക്കത്തിലെ സ്വരാജിന് പറഞ്ഞാൽ മതിയായിരുന്നു, കള്ളൻ വിജയൻ എന്നൊരു ലേഖനം ഉണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്, എഡിറ്റേഴ്സിന്റെ ഒരു അതൃപ്തി കൊണ്ടിട്ടാണ് അതങ്ങ് ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരുന്നത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെ വളച്ചൊടിച്ച് വിജയൻ എന്ന് പറയാൻ പറ്റില്ല, വിജയൻ എന്നൊരു ഭാഗം കട്ട് ചെയ്യണം എന്നുള്ള ധാരണയിലെത്തി കള്ളൻ വിജയൻ എന്നൊരു ലേഖനമേ ഇതിൽ എഴുതിയിട്ടില്ല എന്ന മട്ടിലായിരുന്നു പിന്നെയുള്ള സംഭാഷണം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലും പല ന്യൂസ് ചാനൽസിലും ഈ കള്ളൻ വിജയൻ എന്ന് അറിയപ്പെടുന്ന നാടകകർത്താവ് അഭിമുഖം കൊടുക്കുകയും അതിലൂടെ ഈ ഫോട്ടോ പ്രചരിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ പൊള്ളയായ അല്ലെങ്കിൽ കള്ളമെല്ലാം പൊളിഞ്ഞതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ CPM പ്രവർത്തകർക്കൊക്കെ നല്ല സമയമാണ്. ഒന്നിനൊന്ന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 10 വർഷമായിട്ട് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി എന്ന് വരുത്തി തീർക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ സർക്കാരിന് ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ ED വീട്ടിൽ കയറി വന്ന് ഇറങ്ങുകയാണ്. മാത്രമല്ല ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികളെ സമരമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബന്ധു നിയമനവും അതേപോലെ മാർക്ക് ലിസ്റ്റിൽ വന്നിട്ടും, അതായത് ഉദ്യോഗാർത്ഥികളെ മാർക്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം കിട്ടാത്ത ഒരു വിഷയം വെച്ച് ചൊല്ലിയിട്ടാണ് ഇപ്പോൾ അവിടെ എല്ലാം പ്രശ്നമായിരിക്കുന്നത്. മാത്രവുമല്ല തിരികെ കയറ്റിയതും കൂടി ആയി കഴിഞ്ഞപ്പോൾ പൂർത്തിയായി.
58 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഉത്തരം നോക്കാത്തെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പരീക്ഷ പുനഃപരിശോധിച്ചില്ല അല്ലെങ്കിൽ രണ്ടാമത് എഴുതിയില്ല, ഇതൊന്നും പരിഗണിക്കാതെ ഒരാൾ നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പാർട്ടിയുടെ വില പകുതിയിലേറെ ഇടിഞ്ഞു പോയത്. ഒന്നാമതേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ളയും ആ കൊള്ളയും ഈ കൊള്ളയും സകല എവിടെ തൊട്ടാലും കൊള്ളകൾ മാത്രമായിരുന്നു. ഒരു തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞ പോലെ ഒരു തിരുട്ട് പാർട്ടി ആയിരുന്നു CPM പാർട്ടി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതാണ്. ജനങ്ങൾക്ക് അത്രയും മടുത്തിട്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു തോൽവി തന്നത്. പക്ഷെ ആ തോൽവിയിൽ പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിശയകരമാവുന്നത്. കാരണം സഖാവ് VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഇത്രത്തോളം തരതാഴ്ത്താനും അപമാനിക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പോഴും M സ്വരാജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു നാണക്കേട് ഈ പാർട്ടിക്ക് ലഭിക്കാനില്ല. കാരണം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയിലെ യഥാർത്ഥ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ഇല്ലാണ്ടായി. അതിനുശേഷം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റുന്ന കുഞ്ഞികൃഷ്ണനെ ആയിരുന്നു. അദ്ദേഹവും ആ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ആരാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുള്ളത്? ഇപ്പോൾ എല്ലാം ശരിക്കും കണ്ണൂർ ലോബി മാത്രമാണ് പാർട്ടി. ഈ കണ്ണൂർ ലോബിയായ പാർട്ടിയിൽ നിന്നും ഒരു മോചനം ഇനി പാർട്ടിക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം തിരികെ കയറ്റാൻ പറ്റുന്നവരെല്ലാവരെയും കണ്ണൂർ ലോബിക്കാർ പിടിച്ചടക്കി. അതിനെതിരെ ഒരു ശബ്ദിക്കാൻ, അതായത് രാജാവ് നഗ്നനാണെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരാൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഒരു എതിരഭിപ്രായമില്ല. മൂന്നാം സഖ്യം എന്ന് പറഞ്ഞ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദനുമെതിരെ ഒരു സഖ്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെന്നൊക്കെ ഇടക്കാലം കൊണ്ട് നമ്മൾ ഒരു വാർത്ത കേട്ടു. MA ബേബി വളരെ സൈലന്റ് ആയിട്ട് അതിന് മൗനം സമ്മതം കൊടുത്തിരിക്കുകയാണെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ അവരെല്ലാം ഇവിടുത്തെ കാര്യം നോക്കാനല്ല അവർക്ക് ധൃതി. അവർക്ക് CJP പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പോയി അവിടെ സമരം ചെയ്യാനാണ്. നമുക്കറിയാം ഇവിടെയുള്ള MA ബേബി, ബൃന്ദ കാരാട്ട്, അതേപോലെ A റഹീം, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവരെല്ലാം CJP പാർട്ടിയുടെ വേദിയിൽ, ദില്ലിയിലെ വേദിയിൽ പോയിരുന്ന് സമരം ചെയ്യുകയാണ്, പ്രസംഗിക്കുകയാണ്, ക്യൂ നിൽക്കുകയാണ്. എന്നാൽ ഇവരൊക്കെ കാരണമാണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചെന്നുള്ള യാതൊരു തിരിച്ചറിവ്, കുറ്റബോധം പോലും ഇവർക്കില്ല. ഇതാണ് കേരളത്തിലെ നാടകമേ ഉലകം എന്ന് പറയുന്ന അവസ്ഥ. എന്ത് തന്നെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റിന്റെ ഇനി ഒരു ചുവപ്പ് ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു തന്നെ അറിയണം. ചുവപ്പ് എവിടെയാണെന്ന് കാണിച്ചാൽ അരിവാളും ചുറ്റി നോക്കി ഇനി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പ് എന്നുള്ള ഉണ്ടാവുമെന്ന് തന്നെ അറിയണം. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയത്തില് എവിടെയും ചുവപ്പ് പടർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അപമാനകരമാണ് CPM പാർട്ടിക്കുള്ളത്. ഇന്ത്യ സഖ്യം തന്നെ പൊളിഞ്ഞു പോയില്ലേ? എല്ലാം എന്തുകൊണ്ടാണ്? ഇവരുടെയൊക്കെ രണ്ടുപേരുടെയും ബായ് ബന്ധം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം പൊട്ടി പാളിസായത്. അപ്പോൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറി ഒന്ന് പാർട്ടിക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലെ പടുകുഴിയിലേക്ക് വീഴാനാണെങ്കിൽ ഇനി ഒരിക്കലും ഈ പാർട്ടി നന്നാവുകയില്ല, ഒരു ചുവപ്പ് സ്പ്രെഡ് ആവുകയുമില്ല, കേരളം ചുവക്കുകയുമില്ല.